ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. എന്താണ് മറുവ രഹസ്യമായിട്ട് ചെയ്യണം, രഹസ്യമാക്കി വെച്ച് എല്ലാം ചെയ്യണം എന്നുള്ളൊരു തമ്പനയിലായിട്ട് എന്താണ് ഈ വീഡിയോയിലൂടെ മറുവ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ടായിട്ടായിരിക്കും എല്ലാവരും ഇത് ഈ വീഡിയോ ഓപ്പൺ ചെയ്തിപ്പോൾ കാണുന്നുണ്ടാകുക. യെസ്, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എന്താണ് മറച്ചു വയ്ക്കേണ്ടത്, എന്താണ് രഹസ്യമാക്കി നമ്മൾ ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, രഹസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ നമ്മളുടെ ലൈഫിൽ നമ്മൾ രഹസ്യമാക്കി ചെയ്ത് കൊണ്ടുവന്നാൽ കഴിഞ്ഞാൽ നമുക്ക് സക്സസ്സിലോട്ട് എത്താൻ പറ്റുന്ന ചില വിഷയങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? എല്ലാം ഓരോന്നോരോന്നായിട്ട് എനിക്ക് ചിലപ്പോൾ എടുത്തു പറയാൻ കഴിയണമെന്നില്ല, എന്നാലും ഞാൻ പറയണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളൊരു എന്തെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ടീവ് ചെയ്യുക, സക്സസ് ആക്കുക. സക്സസ്സിലെത്തുമ്പോൾ മാത്രം മറ്റുള്ളവർ അറിയട്ടെ. അതിനു മുന്നേ ഞാൻ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊരു കൺസൾട്ടൻസി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഓഫീസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലാനിങ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനു മുന്നേ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുകയാണ്. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത്? നമ്മളോട് ചിരിച്ച് നിൽക്കുന്നവർ തന്നെ നമ്മളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, ഇല്ലാന്നൊരിക്കലും നിങ്ങൾ പറയരുത്. സത്യം തന്നെയല്ലേ? അപ്പം നിങ്ങൾ ആ പ്ലാന് എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് അത് സക്സസ്സിലോട്ട് എത്തുമ്പോൾ, സക്സസ് ആയതിനു ശേഷം ഈ പറയുന്ന എല്ലാവരും അത് അറിയുമ്പോൾ, നമ്മളോട് ഒരുപാട് സ്നേഹം ഉള്ളവർ അല്ലെങ്കിൽ നമ്മളുടെ ജയം ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അതറിയുമ്പം സന്തോഷിക്കും. പ്ലസ് അതല്ലാതെ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതറിയുമ്പോൾ അത്ഭുതപ്പെടും. എങ്ങനെ അവൻ ആരോടും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അവൾ ആരോടും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. അല്ലാതെ അവസ്ഥയിൽ ചിലരുണ്ട്, എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവരോടും പറഞ്ഞ് കാണുന്നവരോട് മുഴുവൻ പറഞ്ഞ് നടക്കും. പറഞ്ഞ് നടന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, അങ്ങോട്ടാക്കും. പിന്നെ അത് വേറൊരു രീതിയിൽ ചിലപ്പോൾ അത് നമുക്ക് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എല്ലാത്തിനേക്കാൾ ഉപരി ഇത് രഹസ്യമാക്കി വയ്ക്കാൻ പറയുന്നതിൻ്റെ കാരണം, നമ്മളൊരു കാര്യം ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് എല്ലാവരോടും വെട്ടിത്തുറന്ന് നമ്മളത് സക്സസ്സിലോട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യാൻ പോലും തുടങ്ങിയിട്ടില്ല, പക്ഷെ നമുക്കൊരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ് പോലും നമ്മളെല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു പക്ഷേ ഇടയിൽ വെച്ച് നമുക്കത് ബ്രേക്കപ്പ് ആയി പോയേക്കാം, നമ്മളുടെ ആ ഒരു പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത് ഒന്നുകിൽ നമ്മളുടെ പരാജയം ആഗ്രഹിക്കുന്നവർക്ക് അതൊരു സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. വേറൊരു കാര്യം, ഈ മറ്റുള്ളവരതൊക്കെ പോകട്ടെ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, ഇടയിൽ വെച്ച് നമ്മളത് വേണ്ടാന്ന് വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ തന്നെ മാനസികമായിട്ട് തളരും. ഞാൻ അവരോട് പറഞ്ഞില്ല, അവരെന്നെ എന്ത് ചെയ്യും? ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ചെറുതായിട്ട് ഞാനൊരു ഞാനൊരു ബിസിനസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു ഇതിൽ ചേർക്കാൻ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ കുട്ടീനെ ഞാൻ മെഡിസിന് പറഞ്ഞയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ പ്ലാൻ ചെയ്യുന്നത് എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നു, പക്ഷെ കുട്ടിക്ക് അതിന് താല്പര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ആ വിഷയം ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരോടും പറഞ്ഞല്ലോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം അവർ പിന്നെ നമ്മളോട് എങ്ങനെ പറയുക? ഇവരോട് വരെ ഞാൻ പറഞ്ഞു പോയി, ഓലക്ക് എന്നെ കളിയാക്കൂലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? കുഞ്ഞിനെ അതിനെ ഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. ഈ ട്രിപ്പ് ഞാൻ 1 year കഴിഞ്ഞിട്ട് ഇന്ന ടൈമിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാണെങ്കിൽ ഞാൻ എല്ലാവരോടും അത് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആ ഒരു മൊമെൻ്റ് എത്തുമ്പോഴേക്കും ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ കാരണം ഒന്നെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇതെല്ലാവരോട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? കടം വാങ്ങിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ശരിയല്ല? ഇങ്ങനെയാണ്, ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെയാണ് എല്ലാ കേസിലും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എനിക്കൊരു കാര്യം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു കാര്യത്തിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ
നിങ്ങൾ തന്നെ സ്വയമായിട്ട് പ്ലാൻ ചെയ്യുക, നിങ്ങൾ തന്നെ അത് എക്സിക്യൂട്ട് പറയണം. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യുമായിരിക്കും. ഞാൻ പറയുന്നത് ഈ നാട് നീളെ പറഞ്ഞു നടക്കുന്ന കാര്യമാണ് കേട്ടോ. എല്ലാം രഹസ്യമാക്കി വെച്ചിട്ട് നിങ്ങളത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത പോലെ എല്ലാം വന്ന് ഫൈനൽ റിസൾട്ട് എത്തുമ്പോഴേക്കും നിങ്ങളെല്ലാവരുടെ അടുത്തും അറിയിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ആഹ്ലാദം ഉണ്ടാവും. അല്ലെങ്കിൽ ഇടയിൽ വെച്ച് ഏതൊരു കാര്യമായാലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് കുറേ ആൾക്കാരെ ചിലപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, ശരിയാ അങ്ങനെ പോയിട്ട് എനിക്ക് എന്താ കിട്ടിയത്, അങ്ങനെ മറച്ചു വെച്ച് ചെയ്യണമായിരുന്നു, ഞാൻ എല്ലാവരോടും പറയും, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. സത്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് കാര്യം വീണ്ടും 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 അത് പറയാനുള്ള കാരണം നമുക്ക് ജീവിക്കാൻ, നമുക്ക് സക്സസ്സിലോട്ട് എത്തണമെങ്കിൽ, പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്ലാനിങ്ങിലുണ്ടാവും. ഇനി ഒന്നും വേണ്ടടോ, നമ്മൾ ചിലപ്പോൾ ഒരു നല്ലൊരു ടൂർ പ്ലാൻ ചെയ്യുകയാണ്, ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ടൂർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനത് ആ ഫാമിലി ട്രിപ്പിന് ഞാൻ എല്ലാം മുടക്കാം എന്ന് പറയുമ്പം ആ ടൈം ആകുമ്പോഴേക്കും എനിക്കൊരു പ്ലാനിങ് ഉണ്ടാവും. ഓക്കെ, ആ ടൈം ആകുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ഇത്ര പൈസ വരും, അപ്പോൾ ഇന്ന ടൈമിൽ പോവാം. എല്ലാവരുടെ അടുത്തും പറയും. 1 ഇയർ മുന്നേ ഞാനത് പറഞ്ഞ് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ആ ടൈം ആകുമ്പോൾ ചിലപ്പോൾ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ അത് എല്ലാവരുടെ അടുത്തും പറഞ്ഞല്ലോ എന്ന് കരുതി ഞാൻ എന്ത് ചെയ്യും, ഇവരെ ട്രിപ്പിന് കൊണ്ടുപോകും, കടം വാങ്ങും. ഞാനാണോ ബാധിക്കപ്പെടുന്നത്, അവരാണോ? ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പം ഇവിടെ വെക്കുക, നല്ല രീതിയിൽ അത് നോക്കി കണ്ട് സക്സസ്സിലെത്തുമ്പോൾ മാത്രം അറിയിക്കുക. ഞാൻ വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. ഇത് കൂടുതലും പ്രശ്നങ്ങൾ പറ്റുന്ന സ്ത്രീകൾക്കാണ്, ആണോ അല്ലയോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? ഇത് ശരിയാണ്, രഹസ്യമാക്കി തന്നെ നമ്മളുടെ സക്സസ്സിലോട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ട്രിപ്പിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് കേട്ടോ. സക്സസ്സിലോട്ട് നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഫൈനൽ സ്റ്റേജിൽ മാത്രം അറിയിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. എന്നാൽ മാത്രം നമുക്ക് സക്സസ്സിലെത്താൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.